നമസ്കാരം. PCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. ചാലിശ്ശേരി, പെരിങ്ങോട്, വട്ടേനാട്, കുമരനെല്ലൂർ സ്കൂളുകൾ മുന്നിൽ. വട്ടേനാട് കലോത്സവ നഗരിയിലേക്ക് വൻ ആസ്വാദക പ്രവാഹം. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഉജ്ജ്വല സ്മരണകൾ ഉണർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ സമ്മേളനത്തിനൊരുങ്ങുന്നു. ആനക്കരയിൽ നിന്ന് ഭോപ്പാലിലേക്ക് പതാക പര്യടനം തുടങ്ങി. കോയമ്പത്തൂർ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കുമെന്ന് വിശ്വസിപ്പിച്ച് 14.5 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ബോധവൽക്കരണ പരിപാടികൾ അരങ്ങേറി. പട്ടാമ്പിയിൽ സന്ദേശ റാലി നടത്തി. വാർത്തകൾ വിശദമായി. കൗമാരകലയുടെ തേര് ഉരുളുന്ന തൃത്താലയിൽ മത്സരങ്ങൾ 3 നാൾ പിന്നിട്ടു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ വിവിധ ഇനങ്ങളിൽ കുട്ടികൾ കാഴ്ചവെക്കുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം എടപ്പലത്ത് സമാപിച്ചു. ഉത്സവഹർഷം നിറഞ്ഞ വട്ടേനാട് നിന്നും എടപ്പലത്തു നിന്നുമുള്ള വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാലിശ്ശേരിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട്, പെരിങ്ങോട് സ്കൂളുകളും LP വിഭാഗത്തിൽ കുമരനെല്ലൂരും മുന്നിലാണ്. അറബിക് കലോത്സവത്തിൽ കടുത്ത പോരാട്ടമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. UP സംസ്കൃതോത്സവത്തിൽ ഇരുമ്പകശ്ശേരിയും ഹൈസ്കൂൾ സംസ്കൃതോത്സവത്തിൽ വട്ടേനാടുമാണ് മുന്നിൽ. മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും. വട്ടേനാട് ഹൈസ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം പകലിൽ 1ാം വേദിയായ ബാലമുരളിയിൽ മാപ്പിളപ്പാട്ടും ഒപ്പനയും ദഫ്മുട്ടുമാണ് അരങ്ങേറിയത്. നിറഞ്ഞ സദസ്സിന്റെ മുന്നിലാണ് മത്സരാർത്ഥികൾ കലാപ്രകടനം കാഴ്ചവെച്ചത്. ഇവ കാണികളെ ഒട്ടും നിരാശരാക്കിയില്ലെന്നാണ് സ്നേഹയുടെ റിപ്പോർട്ട്. ആസ്വാദകരെ ഏറെ കാത്തിരുത്തി ഏകദേശം 2 മണിയോടെയാണ് വേദിയൊന്നായ ബാലമുരളിയിൽ ഒപ്പന ആരംഭിച്ചത്. പ്രേക്ഷകരെ കൈയിലെടുക്കുന്ന ഈ കലാരൂപം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ നഗരിയായി മാറുകയായിരുന്നു ഈ വേദി. ജീവിതത്തിന്റെ ഭാഗമാകാൻ പോകുന്ന മണവാളന്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒപ്പനപ്പാട്ടിന്റെ ഇശലുകൾ പെയ്തിറങ്ങിയ വേദി കലോത്സവത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ദിനമാണ് സമ്മാനിച്ചത്. മാപ്പിള ഇശലുകൾക്കൊപ്പം മൊഞ്ചത്തിമാർ വിവിധ താളത്തിൽ പരസ്പരം കൈകൾ കൊട്ടി ലളിതമായ പദചലനങ്ങളോടെ ഈ നൃത്തരൂപം അരങ്ങേറിയപ്പോൾ വേദിക്ക് പുറത്ത് കരഘോഷവുമായി എത്തിയത് ആയിരങ്ങളായിരുന്നു. ലക്ഷ്യം ഞാനും സുസർഗണം അതിനുമീ പടിപൊലിമതാമേ അതിനുമീ പടിപൊലിമതാമേ രംഗും കാതി കടലിൽ കൗതലു സപതിക കൗതലു ഇതെന്താ സത്ത് സൗഭാഗ്യ തലക കൗടലും വൾവകതുകളും അടയില മുത്ത് മുത്തൽ പാത്തുന്ന പരിശുട മങ്ക പിന്നീട് ജൗഹലിരങ്കുടം ഊഞ്ചൽ പരിമള മേഘണ അത്തറു മഞ്ചൽ മൊഞ്ചാലെ വീടിനു വീടുകളും മസിയാട് ഉരകളും വരവായി ഘോഷം നെറ്റിമിഷികളും ഷാർകളും ബാറുകളും കേരളത്തിലെയും മലബാറിലെയും മുസ്ലിം സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമായ ഒപ്പന നെഞ്ചിലേറ്റിയ ആസ്വാദകരെ നിരാശരാക്കാതെ കാണികളുടെ മനം നിറച്ചുകൊണ്ട് കടുത്ത മത്സരമാണ് ഈ വേദിയിൽ മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത്. സംഗീതമെന്നാണ് എന്തൊന്നു കൂടി ഇന്നിതാംബര സമ്മതം നേടി സമ്മതമാക്കിന സൗഭാഗ്യവേള സരസ കണ്ണിക്ക് മംഗളനാള ഒപ്പനമിപ്പത് എന്തൊരു തൃപ്പ ഒപ്പനമിപ്പത് എന്തിതാ സത്ത് സഫത്ത് മൈലാഞ്ചി കൈലകമുട്ടി കൊല്ലുന്ന കേളികളൊത്തൊരു സൗജ ഇന്നെ ആശിച്ചു രംഗി ഖദീജ മതപരമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ കലാരൂപം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നുവരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാസാഹിത്യ സമ്മേളനം എന്നറിയപ്പെടുന്നതുമായ യുവജനോത്സവത്തിലെ ഒരു മത്സരം കൂടിയാണ്.
പ്രവാചക ഭക്തിമാരുടെ മംഗല്യപ്പാട്ടുകൾ കൊട്ടിപ്പാടി വേദിയും കാണികളുടെ മനസ്സും നിറച്ച് മണ്ണിലിറങ്ങിയ മൊഞ്ചത്തിമാരെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കലാവേദിയിൽ നിന്നും PCV ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ വിപിനൊപ്പം സ്നേഹ. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനം വിജ്ഞാനപ്രദമായിരുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രദർശനം കാണാൻ സമയം കണ്ടെത്തിയെന്ന് അനുപമയുടെ റിപ്പോർട്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന പുതുതലമുറയെ ബോധവാന്മാരാക്കുന്നതിനും രോഗവിമുക്തമായ സമൂഹം വാർത്തെടുക്കുന്നതിനുമാണ് വട്ടനാട് സ്കൂൾ കൗൺസിലേഴ്സിന്റെയും നഴ്സിന്റെയും നേതൃത്വത്തിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. കലോത്സവം ആസ്വദിക്കാനെത്തുന്നവരെ ബോധവാന്മാരാക്കുന്നതിനായി പോസ്റ്ററുകളും ചാർട്ടുകളും മറ്റും ഒരുക്കിയിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ മന്ത്, ഭക്ഷ്യവിഷബാധ, പോഷകാഹാരം, വിവിധ രോഗങ്ങളെക്കുറിച്ചും എക്സിബിഷനിൽ സന്ദേശങ്ങൾ നൽകുന്നു. നല്ല നാളെ വാർത്തെടുക്കാൻ വിദ്യാർത്ഥികളുടെ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സ്കൂൾ അധികൃതർ. എക്സിബിഷൻ ഹാളിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം അനുപമ. തൃത്താല ഉപജില്ലാ കലോത്സവ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് 12 റോളിംഗ് ട്രോഫികളാണ്. പ്രമുഖ വ്യക്തികളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണിത്. 20ഓളം പേരാണ് ട്രോഫി കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഹബ്സത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. തൃത്താല സബ് ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്ക് നൽകാനുള്ള ട്രോഫികൾ ഒരുക്കുന്ന തിരക്കിലാണ് ട്രോഫി കമ്മിറ്റി ഭാരവാഹികൾ. കൺവീനർ നെൽസൺ, ജോയിന്റ് കൺവീനർ പരമേശ്വരം എന്നിവരെ കൂടാതെ 8 അധ്യാപകർ, പുറത്തുനിന്നുള്ള 4 ഭാരവാഹികൾ, 10 വളണ്ടിയേഴ്സ് തുടങ്ങിയവർ ട്രോഫി കമ്മിറ്റിക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ്ട് 150ഓളം റോളിംഗ് ട്രോഫികളുണ്ട്. ഈ വർഷം പുതുതായി 10ഓളം റോളിംഗ് ട്രോഫികൾ വന്നിട്ടുണ്ട്. കൂടാതെ എല്ലാ കുട്ടികൾക്കും ഒന്നാം സമ്മാനത്തിന് അർഹത നേടുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള ഇൻഡിവിജ്വൽ ട്രോഫികളും ഇവിടെ നിന്ന് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ കൊടുക്കുന്നതായിരിക്കും. എവർ റോളിംഗ് ട്രോഫികളെല്ലാം ലാസ്റ്റ് ദിവസം, അവസാന ദിവസം സമാപന സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. ഇൻഡിവിജ്വൽ ട്രോഫികൾ ഇപ്പോൾ തന്നെയും കൊടുക്കുന്നത്. ഈ വർഷം 12ഓളം റോളിംഗ് ട്രോഫികൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. കഥകളി സംഗീതജ്ഞനായിരുന്ന കലാമണ്ഡലം തിരൂർ നമ്പീശന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മകനായ മോഹനൻ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ കഥകളി സംഗീതത്തിനായി ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാടൻപാട്ട് കലാകാരനായിരുന്ന പൊലിക ചന്ദ്രമോഹനന്റെ പേരിൽ വട്ടേനാട് ഹൈസ്കൂൾ വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ നാടൻപാട്ടിനായി ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ട്. റോളിംഗ് ട്രോഫികളിൽ ഈ തവണത്തെ പ്രത്യേകത ഒന്ന്, കഥകളി സംഗീതത്തിൽ കൂറ്റനാടും പരിസര പ്രദേശങ്ങളിലുമെല്ലാം നിറഞ്ഞ സാന്നിധ്യം, വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത ഒരു കലാകാരൻ കൂടിയായിരുന്നു കലാമണ്ഡലം തിരൂർ നമ്പീശൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഹൈസ്കൂൾ കഥകളി സംഗീതത്തിൽ, ഹയർ സെക്കൻഡറി കഥകളി സംഗീതത്തിനും ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് ഓരോ ട്രോഫികൾ, റോളിംഗ് ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കൂറ്റനാട് നാടൻ പാട്ട് സംഘങ്ങളുടെയൊക്കെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന, വേണ്ടത്ര പരിഗണനകൾ കിട്ടാത്ത ഒരു കലാകാരനായിരുന്നു പൊലിക ചന്ദ്രമോഹനേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ വട്ടേനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഹൈസ്കൂൾ നാടൻപാട്ട് സംഘത്തിനും ഹയർ സെക്കൻഡറി നാടൻപാട്ട് സംഘത്തിനും വേണ്ടിക്കൊണ്ടുള്ള ഓരോ ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഒരു 10-12ഓളം നാടകത്തിൻ്റെ പേരിൽ മലയാള പദ്യം, അതുപോലെ തന്നെ മികച്ച UP വിദ്യാലയത്തിന് എല്ലാം വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ ട്രോഫികൾ തന്നിട്ടുണ്ട്. മത്സരാർത്ഥികളിലെ ആദ്യ സ്ഥാനക്കാർക്കുള്ള ട്രോഫികളും മറ്റുള്ളവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. സമാപന ദിവസത്തെ തിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി മത്സരഫല പ്രഖ്യാപന ശേഷം വിജയികൾക്ക് ട്രോഫി കമ്മിറ്റി ഓഫീസിൽ നിന്നും ട്രോഫികൾ കൈപ്പറ്റാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ട്രോഫി കമ്മിറ്റി ഓഫീസിൽ നിന്നും ക്യാമറമാൻ വിജീഷിനൊപ്പം ഹഫ്സത്ത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. 3 നാൾ നടന്ന കൗമാര കലോത്സവത്തിൽ 62 സ്കൂളുകളിൽ നിന്ന് എത്തിയ 3000ഓളം കലാപ്രതിഭകളാണ് എടപ്പലം ഗ്രാമത്തിന് ഉത്സവം സമ്മാനിച്ചത്. ഉൾനാടൻ ഗ്രാമത്തിന്റെ പരിമിതമായ സൗകര്യങ്ങളുമായാണ് കലോത്സവം സംഘടിപ്പിച്ചതെങ്കിലും മികവാർന്ന തരത്തിലുള്ള പ്രതിഭാസംഗമവും മത്സരവുമാണ് നടന്നതെന്ന് സൂര്യ റിപ്പോർട്ട് ചെയ്യുന്നു. എടപ്പലം PTM YHS സ്കൂളിൽ നടന്നു വന്നിരുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ചയോടുകൂടി സമാപിച്ചു. 3 ദിവസങ്ങളായി നടന്നു വന്ന കലോത്സവത്തിൽ 62 സ്കൂളുകളിൽ നിന്നായി 3000ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കലോത്സവം തീർത്തും യുവപ്രതിഭകളുടെ സംഗമവേദിയായി മാറി. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ പ്രാവശ്യത്തെയും പോലെ കലോത്സവ വേദിയിൽ ഒരുപാട് പരാതികളും പരിഭവങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ അവയെല്ലാം തന്നെ തരണം ചെയ്ത് ഇവിടുത്തെ വളണ്ടിയേഴ്സും നാട്ടുകാരും കലോത്സവത്തെ മികവുറ്റതാക്കി. കലോത്സവ വേദിയിൽ നിന്നും സുൽഫീഖറിനും കൂട്ടുകാർക്കുമൊപ്പം സൂര്യ, PCV ന്യൂസ്.
പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ആതിഥേയരായ എടപ്പലം PTMY ഹയർ സെക്കൻഡറിയാണ് ഒന്നാം സ്ഥാനം നേടിയത്. UP വിഭാഗത്തിൽ പരുതൂർ AUP സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. മണ്ണേങ്കോട് AUP സ്കൂളിലെ നൈന ഫെബിൻ മത്സരിച്ച 6 ഇനങ്ങളിൽ 5ലും ഫസ്റ്റ് A ഗ്രേഡ് നേടി. എന്നാൽ മോഹിനിയാട്ടത്തിൽ സെക്കൻഡ് A ഗ്രേഡാണ് ലഭിച്ചത്. മത്സരാർത്ഥിയുടെ ഉയരക്കുറവാണ് മാർക്ക് കുറയാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ. ജഡ്ജിമാരുടെ ഈ വിലയിരുത്തലിൽ പ്രയാസമുണ്ടെന്ന് നൈന ഫെബിൻ മനീഷയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഉത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് നേടിയ ഒരു കൊച്ചു കൂട്ടുകാരിയെ പരിചയപ്പെടാം. എന്താണ് പേര്? നൈന ഫെബിൻ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ AUPS മണ്ണേങ്കോട് നിന്നാണ് വരുന്നത്. ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തത്? ഞാൻ മോഹിനിയാട്ടം, മലയാള കവിത, അറബി ഗാനം, അറബി പദ്യം, മാപ്പിളപ്പാട്ട്, അറബി മോണാക്ട് എന്നീ ഇനങ്ങളിലാണ് പങ്കെടുത്തത്. പങ്കെടുത്തതെല്ലാം വ്യക്തിഗത ഐറ്റങ്ങളാണ്. വ്യക്തിഗതമായിട്ട്. ഏതിലൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത്? പങ്കെടുത്തതിൽ 6 ഐറ്റത്തിൽ പങ്കെടുത്തതിൽ 5 എണ്ണത്തിൽ എനിക്ക് ഫസ്റ്റ് A ഗ്രേഡ് ഉണ്ട്. അതിൽ മോഹിനിയാട്ടം എനിക്ക് സെക്കൻഡാണ് കിട്ടിയത്. അതിലെനിക്ക് ചെറുതായിട്ടൊരു സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ ജഡ്ജിമാർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എനിക്ക് വലുപ്പമില്ല, അതുകൊണ്ടാണ് അവർ മാർക്ക് കുറച്ചെന്നാണ്. അതിലെനിക്ക് ചെറിയൊരു വിഷമം. അടുത്ത പ്രാവശ്യം നന്നാക്കാം. എടപ്പലത്ത് നടന്ന മോണോ ആക്ട് മത്സരങ്ങളെക്കുറിച്ച് സൂര്യയുടെ റിപ്പോർട്ട്. അഭിനയം എന്ന അനുഗ്രഹീത കല ലഭിച്ച വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മികച്ച പ്രകടനത്തിൽ ഒന്നാണ് മോണോ ആക്ട്. 5 മിനിറ്റ് സമയദൈർഘ്യമുള്ള മോണോ ആക്ടിൽ ഒരു മത്സരാർത്ഥി തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾക്ക് മോണോ ആക്ടിൽ വലിയ പ്രാധാന്യമുണ്ട്. എടപ്പലം സബ് ജില്ലാ കലോത്സവ വേദിയിൽ അരങ്ങേറിയ ഏകാഭിനയങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. വെള്ളം വെള്ളം സർവത്ര വെള്ളം, പക്ഷേ കുടിക്കാനൊരു തുള്ളി വെള്ളമില്ല. മോളെ, അമ്മ വെള്ളം എടുത്തിട്ട് വരാം. മോള് പഠിച്ചോ, പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കണ്ട. അമ്മേ, ഞാൻ പോയി വരാം. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? എങ്കിലും അമ്മ പോയിക്കോളാം. വെള്ളം കൊണ്ടുവന്നിട്ട് വേണം മോൾക്ക് ചോറ് വയ്ക്കാനും അമ്മയ്ക്ക് ഗുളിക കഴിക്കാനും. അയ്യോ അമ്മേ, എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല മോളെ. ഇപ്പൊ ചെന്നില്ലെങ്കിൽ വെള്ളം കിട്ടില്ല. വെള്ളമില്ലെങ്കിൽ അമ്മ വിഷമിക്കേണ്ട, ഞാൻ പോയി വരാം. എങ്ങോട്ടേക്കാണ് നീ ഓടണേ? LP വിഭാഗം മോണോ ആക്ട് വേദി 1 തമ്പുരുവിലും UP HS HHS മോണോ ആക്ട് വേദി 3 മഞ്ചേരിയിലുമാണ് നടന്നത്. വിവിധ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഒരുപാട് മത്സരാർത്ഥികൾ മോണോ ആക്ടിൽ മത്സരിച്ചു. നിങ്ങളൊന്ന് സമാധാനപ്പെടും. ക്യാൻസർ എന്ന രോഗത്തിന് ഇന്ന് ലോകത്ത് മരുന്നുണ്ട്. நம்ம விருசமிஸ் எல்லாம் பெருசா இருக்கு. பார்க்கலையா? என்ன அழகு! அருப்பசு கூடி அதை சாப்பிடல, அருப்பண்டு கூட அதை கட் பண்ணல. எப்படி இருக்கு நம்ம கீழே மருந்தோட பவரு? இந்த பாயா இது பல்லாண்டு பாய் തുറന്നത് കോയ പാക്കല്ലേന്ന് അപ്പുറത്തും. സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തേണ്ട മോണോ ആക്ടിൽ വിദ്യാർത്ഥികൾ കണ്ടുപഴകിയ വിഷയങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്നും ഇതിനെ മറികടക്കാനായി അധ്യാപകർ മത്സരാർത്ഥികൾക്കാവശ്യമായ ഗൈഡ് ലൈൻ നൽകണമെന്നും വിധികർത്താക്കളായ ഡോക്ടർ ജയരാജ്, മണികണ്ഠൻ, സുരേഷ് എന്നിവർ അഭിപ്രായപ്പെട്ടു. വിഷയത്തിന്റെ പഴമ കാരണം ഒരുപാട് കഴിവുള്ള മത്സരാർത്ഥികൾക്ക് അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ലെന്നാണ് വിധികർത്താക്കൾ പറയുന്നത്. എങ്കിലും തങ്ങളാൽ കഴിയുന്ന വിധം കലോത്സവ വേദിയെ ഹൃദ്യമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മോണാക്ട് വേദിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം സൂര്യ, PCV ന്യൂസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് കഥകളി മത്സരത്തെക്കുറിച്ച് മനീഷയുടെ റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ ദൃശ്യ കലാരൂപമാണ് കഥകളി. 17-18 നൂറ്റാണ്ടുകളിലായി വികസിതമായ ഈ കലാരൂപം ഒരു കാലത്ത് വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ മഹാകവി വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ ശ്രമഫലമായി ഇന്ന് ലോകപ്രസിദ്ധി കൈവരിച്ചിരിക്കുന്നു. നാട്യം, നൃത്യം, നൃത്തം എന്നിവയെ ആംഗികം, സാത്വികം, ആഹാര്യം എന്നീ അഭിനയോപാധികളിലൂടെ സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് കഥകളി എന്ന് പറയുന്നത്. കളി തുടങ്ങുന്നതിനു മുൻപ് മദ്ദളകേളി, വന്ദന ശ്ലോകം, തോടയം, പുറപ്പാട്, മേളപദം തുടങ്ങിയ പ്രാരംഭ ചടങ്ങുകളുണ്ട്. പശ്ചാത്തലത്തിൽ ഭാഗവതർ ആലപിക്കുന്ന പദങ്ങൾ ഹസ്തമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും അരങ്ങത്ത് നടന്മാർ അഭിനയിപ്പിച്ചാണ് കഥകളിയിൽ കഥ പറയുന്നത്.
നീ വിരവോ കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ് തുടങ്ങിയവ. ഇന്ന് കലോത്സവ വേദിയിലെ ഒരു പ്രധാന മത്സര ഇനമാണ് കഥകളി. കഥകളിക്ക് എപ്പോഴും നിറഞ്ഞ സദസ്സാണ് ഉണ്ടായിരുന്നത്. കഥകളിക്ക് പ്രാധാന്യം കുറയുന്ന ഈ കാലഘട്ടത്തിൽ കഥകളിയുടെ തനത് സംസ്കാരത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് മത്സരാർത്ഥികൾ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുൽഫീഖറിനോടൊപ്പം മനീഷ, PCV ന്യൂസ്. മറ്റു വാർത്തകൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ സമ്മേളന നഗരിൽ ഉയർത്താനുള്ള പതാക ആനക്കര വടക്കത്ത് തറവാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രയാണം തുടങ്ങി. സംസ്ഥാന സെക്രട്ടറി വി സതീദേവി നയിക്കുന്ന പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ തറവാടായ ആനക്കര വടക്കത്ത് നിന്നുമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ സമ്മേളന വേദിയിൽ ഉയർത്താനുള്ള പതാക ജാഥ പുറപ്പെട്ടത്. ഭോപ്പാലിലാണ് സമ്മേളനം നടക്കുന്നത്. മന്ത്രി KK ശൈലജ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ജാഥ പട്ടാമ്പിയിലെത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ചെർപ്പുളശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി സതീദേവിയാണ് ജാഥ നയിക്കുന്നത്. ലോകത്തെമ്പാടും സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നമ്മുടെ സമ്മേളനം തുടങ്ങുന്നത്. ഭോപ്പാലിൻ്റെ ചരിത്ര പ്രാധാന്യവും നമുക്കറിയാം. ഭോപ്പാൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനത്തിനിരയായിട്ടുള്ള ഒരു ജനതതി ഇന്നും ഭോപ്പാൽ ദുരന്തത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതതി നിലനിൽക്കുന്ന ആ ഭോപ്പാലിൻ്റെ മണ്ണിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ 11ാം ദേശീയ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ബംഗാളിൽ നിന്ന് പുറപ്പെടുന്ന ജാഥ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തുകയാണ്. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള കൂലിയും ജോലിയും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ബോംബെയിൽ നിന്ന് മറ്റൊരു ജാഥ പുറപ്പെടുന്നത്. ഹരിയാനയിൽ നിന്ന് ഉള്ള ജാഥ പുറപ്പെടുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ജാഥ പുറപ്പെടുകയാണ്. ഈ 4 ജാഥകളും ഡിസംബർ 10-ാം തീയതി ആ സമ്മേളന നഗരിയിലെത്തുമ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള സ്ത്രീ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ 35 വർഷക്കാലത്തെ സംഘടനയുടെ പ്രവർത്തന അനുഭവങ്ങൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന സമ്മേളനമായിട്ട് നമ്മുടെ ദേശീയ സമ്മേളനം മാറുകയാണ്. വൈസ് പ്രസിഡന്റ് സുബൈദ് ഇസാഖ്, KS അലീഖ, ഗിരിജ സുരേന്ദ്രൻ, PM ഉഷ, സുലോചന എന്നിവർ പങ്കെടുത്തു. കോയമ്പത്തൂർ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് 14.5 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്യമംഗലം സ്വദേശി EV ബുജൈർ ആണ് പിടിയിലായത്. തിരുവേഗപ്പുറ സ്വദേശിയുടെ പരാതി പ്രകാരമാണ് അറസ്റ്റ്. RVS ഡെന്റൽ കോളേജിലെ മുൻ വിദ്യാർത്ഥിയാണ് പിടിയിലായ ബുജൈർ. കോയമ്പത്തൂർ RVS ഡെന്റൽ കോളേജിൽ BDSന് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് പട്ടാമ്പി തിരുവേഗപ്പുറ സ്വദേശിയിൽ നിന്നും 14.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. കുലിക്കല്ലൂർ നാട്യമംഗലം ഇരിയത്തുപറമ്പിൽ 24 വയസ്സുള്ള EP ബുജൈറിനെയാണ് അറസ്റ്റ് ചെയ്തത്. RVS കോളേജിൽ മുമ്പ് പഠിച്ചിരുന്ന പ്രതി അഡ്മിഷന്റെ ഏജന്റ് ആയി നിന്നാണ് പണം തട്ടിയത്. 17.5 ലക്ഷം രൂപ പരാതിക്കാരിൽ നിന്നും വാങ്ങി കോളേജിൽ 3 ലക്ഷം രൂപ ഫീസ് അടച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു. ഏറെ നാളായി തമിഴ്നാട്ടിലും മറ്റുമായി ഒളിവിലായിരുന്നു ബുജൈർ. ഇയാൾക്കെതിരെ വയനാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലും പരാതി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പട്ടാമ്പി CI PS സുരേഷിന്റെ മേൽനോട്ടത്തിൽ SI ലൈസാദ് മുഹമ്മദ്, ASI ബഷീർ, CPO ബിജു, രജീഷ്, മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചരമം.
മുതുതല അടാട്ട് മീനാക്ഷിക്കുട്ടിയമ്മ നിര്യാതയായി 91 വയസ്സുണ്ട്. വത്സല, രാജനന്ദിനി, ഗോവിന്ദനുണ്ണി, രാജഗോപാൽ, വസന്തകുമാരി എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സംസ്കൃത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. കേരള പിറവിക്ക് ശേഷമുള്ള സംസ്കൃത രചനകളെ അധികരിച്ച് നടക്കുന്ന സെമിനാർ ഡോക്ടർ KG പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ സംസ്കൃത ബിരുദാനന്തര ബിരുദ ഗവേഷണ പഠന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളീയ സംസ്കൃത രചനകൾ കേരള പിറവിക്ക് ശേഷം എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഏത് വിഷയത്തിനും ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടാകും. അത് ഈ സംസ്കൃതക്കാർക്ക് ഇല്ലാത്തൊരു സാധനമാണ്. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഈ ഭൂമി, ഈ കാലം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വട്ടം കറങ്ങാനാണ്. കണ്ടിട്ടില്ലേ ചക്രം, കാലചക്രം, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭയങ്കര അപകടം പിടിച്ചൊരു സങ്കല്പമാണത്. അതിൻ്റെ അപകടം എന്തെന്ന് വെച്ചാൽ വട്ടം കറങ്ങുന്ന ഒരു സാധനത്തിന് നിന്നിടത്ത് നിന്ന് കറങ്ങുകയല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. പുരോഗതി എന്ന് പറഞ്ഞൊരു സാധന സംസ്കൃതി ഉണ്ടാവാൻ പറ്റില്ല. കാരണം എന്താണ്? പുരോഗതി ലീനിയർ മൂവ്മെന്റിലേ ഉണ്ടാവുള്ളൂ. ലീനിയർ മീൻസ് രേഖീയമായ മുമ്പിലാണ് മുമ്പോട്ട് പോവുക, പുറകോട്ട് പോവുക എന്നുണ്ടാവുള്ളൂ. ചാക്രികമായത് എന്തുണ്ടാവും? എപ്പോഴും ഇങ്ങനെ വന്നുപോയി ആവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പൊതുവെ സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികളും സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ഇല്ലാതെയാവും പല കാര്യങ്ങളും പറയുന്നതും ഇടപെടുന്നതും. പ്രിൻസിപ്പൽ പ്രൊഫസർ PN അനിതകുമാരി അധ്യക്ഷത വഹിച്ചു. VK അമല, ഡോക്ടർ M സത്യൻ, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് നടന്നു. ഡോക്ടർ KP റീത്തയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP റീത്തയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശാന്തകുമാരി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലനം രോഗികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അറിഞ്ഞോ അറിയാതെ അകപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരരായിട്ടുള്ള ബഹുജനങ്ങൾ ഈ രോഗത്തിൽ നിന്ന് വിമുക്തി ആവശ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ വലിയ പോരാട്ടം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. എങ്കിലും പൂർണ്ണമായും ഈ രോഗത്തിന് അടിമകളായിട്ടുള്ള സാധാരണ ജനങ്ങൾ തന്റെ രോഗത്തിന്റെ അഗാധത മനസ്സിലാക്കി അതിൽ രക്ഷപ്പെടണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നെങ്കിലും പുറത്തു വരുന്നില്ല എന്നുള്ള വസ്തുതയും ഇതിനൊപ്പം തന്നെ കൂടി വായിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർ KA നാസർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനുമോൾ, ഡോക്ടർ രമാദേവി, ഡോക്ടർ ജയശ്രീ, KR സെൽവരാജ്, TK അനൂപ്, ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ റാലി നടത്തി. കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി ആമയൂരിൽ സമാപിച്ചു. Lover and peace, not AIDS. Lover and peace, not AIDS. Give a child love. Give a child love. Lover and peace, not AIDS. നോട്ട് പിൻവലിച്ച് രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി അടുപ്പുകൂട്ടി സമരം നടത്തി. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് മുന്നിൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
500,000 രൂപ നോട്ടുകൾ പിൻവലിച്ച് സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നും വ്യാപാരി വ്യവസായികൾക്ക് ആവശ്യാനുസരണം പണം വിനിയോഗിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ അടുപ്പുകൂട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കള്ളപ്പണക്കാരെ തടയാനാണ്, കള്ളനോട്ട് തടയാനാണ്, ഭീകരപ്രവർത്തനം തടയാനാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്നാണ്. രാജ്യസ്നേഹമുള്ളവരെല്ലാം ആ തീരുമാനത്തോടൊപ്പം അണിനിരക്കണമെന്നും അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ പ്രഖ്യാപനം വന്നിട്ട് കഴിഞ്ഞ 8-ാം തീയതിക്ക് ശേഷം ഇത്രയും ദിവസത്തിനിടയിൽ എത്ര കള്ളപ്പണക്കാരെയാണ് പിടിച്ചിട്ടുള്ളത്? എത്ര കള്ളപ്പണക്കാരുടെ പണം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചു? എത്ര കള്ളനോട്ടുകാരെ സർക്കാർ അറസ്റ്റ് ചെയ്തു? എവിടെയാണ് ഭീകരപ്രവർത്തനം തടയാൻ സാധിച്ചത്? ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയതായി നമ്മൾ കണ്ടില്ല. ഒരു കള്ളപ്പണക്കാരനെയും പിടിക്കാൻ സാധിച്ചില്ല, ഒരു കള്ളപ്പണവും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് അന്നന്നത്തെ കിട്ടുന്ന കൂലി അവനവന്റെ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ പണമില്ലാത്ത പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ന് ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് G ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M അനന്തൻ, മോഹൻ ബാബു, A മുഹമ്മദ് റാഫി, നിത്യാനന്ദൻ, MN നാസർ, V മനോജ്, TA പവിത്രൻ എന്നിവർ പങ്കെടുത്തു. ആൾ കേരള ബാർ ഹോട്ടൽസ് റെസ്റ്റോറന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ തെറ്റായ മദ്യനയമാണ് നടപ്പാക്കിയതെന്നും നിലവിലെ LDF സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആൾ കേരള ബാർ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ബാർ തൊഴിലാളികൾ അവർക്കൊരു കുടുംബമുണ്ട്, ജീവിതമുണ്ട്. അവർ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഈ ബാറിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന് കരുതി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ ഈ വരുമാനം കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ലോൺ എടുത്തിട്ടുള്ളത്. കുട്ടികളെ നല്ല നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആ കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം. മാന്യമായ ജീവിതം സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വരുമാനം ഒരു സുപ്രഭാതത്തിൽ നിലച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രയാസം ചെറുതല്ല. ആ പ്രയാസം കാണാനോ അത് പരിഹരിക്കാനോ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല. 45,000-ഓളം തൊഴിലാളികളുണ്ട്. ഏതാണ്ട് 450 കുടുംബങ്ങളാണ് വഴിയാധാരമായത്. ആ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു പാക്കേജ് തയ്യാറാക്കാൻ എന്തേ ആ ഗവൺമെന്റ് മുൻകൈ എടുത്തില്ല? അത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ ആകെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കിയ നയമാണ് കഴിഞ്ഞ UDF ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, മദ്യനിരോധനം കൊണ്ട് കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. KC ജയപാലൻ, N മുരളീധരൻ നായർ, K സുന്ദരൻ, M അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാർക്സിസ്റ്റ് അക്രമ വിരുദ്ധ സമിതി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഓങ്ങല്ലൂരിൽ നടന്നു. BJP സംസ്ഥാന സമിതി അംഗം PM ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ സമിതി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന പരിപാടി RSS പട്ടാമ്പി താലൂക്ക് സേവാ പ്രമുഖ് MK രതീഷിന്റെ അധ്യക്ഷതയിൽ BJP സംസ്ഥാന സമിതി അംഗം PM ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുത്ത രേഖയിൽ 3.5 കോടി സാമ്പത്തികം എൻ്റെ പേരിലുണ്ട് എന്ന ഒരു ഉളുപ്പുമില്ലാതെ എഴുതി കൊടുത്തു മണി. എന്നിട്ട് പറയുന്നു രാജേട്ടന് തലയ്ക്ക് വെളിവില്ലായിരുന്നു. ആരത് പറയുന്നത്? അതിനു മുമ്പ് തന്നെ അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പ് സുനിൽകുമാറിനും അതേപോലെ തന്നെ CPIയുടെ മന്ത്രിമാർക്കൊന്നും തലയ്ക്ക് വെളിവില്ല, കഴിവുകെട്ട മന്ത്രിമാരാണെന്നൊക്കെ പറഞ്ഞു. അതിന് ജനയുഗം പത്രത്തിൽ വന്ന വാർത്ത വളരെ രസകരമായ വാർത്തയാണ്. പിണറായി മന്ത്രിസഭയിൽ 2 ആറാട്ടുമുണ്ടന്മാരുണ്ട്. അതിലൊന്ന് M.M. മണിയും ഒന്ന് EP ജയരാജനാണെന്ന് പറയപ്പെടുന്നത്. ആറാട്ടുമുണ്ടന്മാർ. മറ്റൊന്നുകൂടി സൂചിപ്പിച്ച് പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്ക് കരിങ്കണ്ണേക്കാതിരിക്കാനായിട്ടാണ് അത്ര M.M. മണിയെ മന്ത്രിയാക്കിയതെന്ന് കൂടി സൂചിപ്പിക്കുന്നു. നമ്മളൊന്നും പറഞ്ഞല്ല, നമ്മൾ അങ്ങനെ പറയില്ല.
നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? പറയില്ല. ഇത് CPI പറഞ്ഞതാ. കരികണ്ണ് പറ്റാണ്ടിരിക്കുകയാണ് ഈ മനുഷ്യനെ. ഇയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, കാരണം വിദ്യാഭ്യാസമില്ല, പണം ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടും. നമുക്കറിയാൻ സാധിക്കും, അച്യുതാനന്ദന് കൂടെയായിരുന്ന എം എം മണി ആദ്യം 3 പൂച്ചകളുമായി മൂന്നാറിലേക്ക് കയറിയപ്പോൾ അച്യുതാനന്ദനെ വെറുത്തു. കാരണം നിരവധി തോട്ടങ്ങൾ ബീനാമി അടിസ്ഥാനത്തിൽ കൈക്കലാക്കിയിട്ടുള്ള എം എം മണി ഇതൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അച്യുതാനന്ദനെ വെറുത്തു. പിണറായിയുടെ കൂടെ കൂടി. NK രജിൻ കൃഷ്ണൻ, സുമേഷ്, ഗോപിനാഥൻ, അച്യുതൻകുട്ടി, വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണം സംഘടിപ്പിച്ചു. BJP മണ്ഡലം ഓഫീസിൽ നടന്ന ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P മനോജ്, കൃഷ്ണൻകുട്ടി, ശശികുമാർ, V കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കൊപ്പം, വള്ളൂർ എന്നിവിടങ്ങളിലും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. മാഞ്ഞാമ്പ്ര ദേശവിളക്ക് ഡിസംബർ 7 നടത്തും. വാളോട്ടുപാറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. പാലുതൊടി മണികണ്ഠസ്വാമിയും പാട്ടിയും വിളക്കിന് നേതൃത്വം നൽകും. ആമൂർ ശിവക്ഷേത്രത്തിൽ ഡിസംബർ 3 ശനിയാഴ്ച 51ാമത് അഖണ്ഡനാമയജ്ഞം നടത്തും. കള്ളാടിപ്പറ്റ ശ്രീ അന്തിമഹാകാളൻകാവിൽ നടന്നു വന്നിരുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഇരട്ട തായമ്പക അരങ്ങേറി. ശ്രീനി മാരാർ, മണ്ണാർക്കാട് മോഹൻ എന്നിവരാണ് തായമ്പക അവതരിപ്പിച്ചത്. കളമ്പാട്ട് താലപ്പൊലിയും അരങ്ങേറി. തുടർന്ന് പന്തീരായിരവും നടന്നു. പാലക്കാട് ജില്ലയിലെ ആധാരമെഴുത്ത് ഓഫീസുകൾ ഡിസംബർ 2 വെള്ളിയാഴ്ച തുറന്ന് പ്രവർത്തിക്കില്ല. പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ കൺവെൻഷനെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. ചാലിശ്ശേരി, പെരിങ്ങോട്, വട്ടേനാട്, കുമരനെല്ലൂർ സ്കൂളുകൾ മുന്നിൽ. വട്ടേനാട് കലോത്സവ നഗരിയിലേക്ക് വൻ ആസ്വാദക പ്രവാഹം. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഉജ്ജ്വല സ്മരണകളുണർത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ സമ്മേളനത്തിനൊരുങ്ങുന്നു. ആനക്കരയിൽ നിന്ന് ഭോപ്പാലിലേക്ക് പതാക പര്യടനം തുടങ്ങി. കോയമ്പത്തൂർ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കുമെന്ന് വിശ്വസിപ്പിച്ച് 14.5 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ബോധവൽക്കരണ പരിപാടികൾ അരങ്ങേറി. പട്ടാമ്പിയിൽ സന്ദേശ റാലി നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.